सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। ओम समस्तजन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं अष्टादशाध्यायिनीं अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीं। हरि ओम। एवर्ക്കും നമസ്കാരം। നമ്മളപ്പോൾ സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം പലതവണ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതുപോലെ അല്ലെങ്കിൽ ചർച്ച ചെയ്തതുപോലെ നമ്മുടെ മുമ്പിലേക്ക് ഭഗവാൻ ഒരു തിയറിയെ വെച്ചു. എന്നിട്ട് അതൊരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത തിയറിയല്ല, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചു എന്നുള്ളത് നമുക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട്, അതല്ല എങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് മാറാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ പരിവർത്തനത്തിന്, നമ്മുടെ മാറ്റത്തിന്, ട്രാൻസ്ഫോർമേഷന് ഏറ്റവും എളുപ്പമുള്ള മാർഗം മാറി ഒരാളെ കണ്ട് പഠിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതറിയാവുന്ന ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് വെച്ച ഒരു ഗംഭീര മെത്തഡോളജിയാണ് എന്താണ്, മാറിയ ആളെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിലോട്ട് വെക്കാം. അപ്പോൾ ഇവിടെ സ്ഥിതപ്രജ്ഞൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നെല്ലാം മനസ്സിലാക്കിയാൽ, നമ്മളത് നമ്മുടെ സാധനയാക്കിയാൽ നമുക്ക് ആ സ്ഥിതപ്രജ്ഞനെ പോലെ ആകാം എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് സ്ഥിതപ്രജ്ഞ ലക്ഷണം വെക്കുകയാണ്. ആദ്യം തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണം അല്ല വെക്കുക, അതിനു മുമ്പ് എന്താണ്, സാഖ്യം നമുക്ക് കാട്ടിത്തരും. അതിനുശേഷം ആ സാഖ്യത്തിലേക്ക് എത്താനുള്ള യോഗം നമുക്ക് കാട്ടിത്തരും. എന്നിട്ടാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം, അതായത് ഇതിൽ കൂടെ കടന്നു വന്ന ഒരാൾ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ അർജുനെ കൊണ്ട് ചോദിപ്പിക്കും. ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം, പിന്നെയോ എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കും, അദ്ദേഹം എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ് ചോദ്യങ്ങൾ. എന്താ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം? എപ്പോഴും നമ്മൾ വീണ്ടും 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 ഓർക്കുക, ഇത് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെ ലക്ഷ്യവുമാണ്. സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം നമ്മുടെ ലക്ഷ്യമാണ് എന്നാണ്. ഓക്കെ, എന്താണ് ലക്ഷണം? വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇരിക്കും. അവനവനിൽ തന്നെ തൃപ്തിയായിക്കൊണ്ട്, അവനവനിൽ തന്നെ ആനന്ദിച്ചുകൊണ്ട്, അവനവനിൽ തന്നെ ദുഃഖമില്ലാതെ ഇരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ. എല്ലാ കാമനകളെയും കുടഞ്ഞെറിഞ്ഞ ആളാണ് ആര്? സ്ഥിതപ്രജ്ഞൻ എന്ന് കണ്ടു. ഇനിയോ ടെക്നിക്കലി സംസാരിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ സ്ഥിതപ്രജ്ഞന്മാരുണ്ട് എന്നെല്ലാം നമ്മൾ കണ്ടു. എന്താണ്? ഒന്ന് സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ, വേറൊന്ന് വിധാന അവസ്ഥയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ. അപ്പം സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ സമാധിയിലാണ്.
വ്യുത്ഥാനാവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകവുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലോകമില്ല, അദ്ദേഹം ലോകത്തിനെ മിഥ്യയായിട്ട് കാണുന്നു, സ്വപ്നമായിട്ട് കാണുന്നു എന്നെല്ലാം പല തലങ്ങളൊക്കെ നമ്മൾ കണ്ടുവെങ്കിലും നമ്മൾ കാണുന്ന മഹാത്മാക്കൾ പലരും സ്ഥിതപ്രജ്ഞരാണെങ്കിൽ അവര് എങ്ങനെയാണ് ഈ ലോകത്തിനോട്, ഈ ലോകത്തിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇരിക്കുന്നത്, അവർ ഈ ലോകത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇനി ഉത്തരം കൊടുക്കാൻ പോവുക. അപ്പൊ അതിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് കണ്ടു. എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരു തരത്തിലുള്ള ഇളക്കങ്ങളും ഇല്ലാതെ, രാഗദ്വേഷമില്ലാതെ, മനസ്സേറ്റവും ശാന്തമായിക്കൊണ്ട് ഉദാസീനതയാ പ്രഭാഷേത, അത് കണ്ടു. ഇനിയോ എങ്ങനെ ഇരിക്കുന്നത് നമ്മളൊരു ഉദാഹരണം എടുത്ത് കണ്ടു. എന്താ ഉദാഹരണം? കൂർമ്മത്തിനെ കണക്കാണ് എന്നാണ്. അതായത് എങ്ങനെയാണോ ഒരു ആമയെ തൊടുന്ന സമയത്ത് ആ പഞ്ചേന്ദ്രിയങ്ങളും ആ കൈയും കാലുകളും അകത്തേക്ക് വലിക്കുന്നത്, അത് ഏറ്റവും ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി വലിക്കുന്നത്, അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് സ്ഥിതപ്രജ്ഞൻ ഇന്ദ്രിയങ്ങളെ ഒതുക്കുന്നു എന്നാണ്. അതായത് ഇന്ദ്രിയങ്ങളുടെ അടിമപ്പെട്ടല്ല ജീവിക്കുന്നത്, എഫേർട്ട്ലെസ്ലിയാണ്. ഇനിയോ ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റും? സമാധാനത്തോടുകൂടി ഇരിക്കുന്നു എന്നാണ്. ഇന്ദ്രിയങ്ങളെയൊക്കെ എഫേർട്ട്ലെസ്ലി ഒതുക്കി. നമ്മൾ ചിലപ്പോൾ ഇന്ദ്രിയങ്ങളെ എഫേർട്ട്ലെസ്ലി ആയിരിക്കത്തില്ല ഒതുക്കുക. ഒരു സാധകൻ എന്നുള്ള രീതിയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒതുക്കുന്നതെങ്കിൽ, സ്ഥിതപ്രജ്ഞ എഫേർട്ട്ലെസ്ലി ഒതുക്കി സമാധാനത്തോടുകൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. എങ്ങനെയാണ്? ആഹാര നിരാഹാരം ആ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ എന്താണ് ദമത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന. അതായത് നമ്മൾ ഓരോരുത്തരും ഇത്തിരി ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യം സ്ഥിതപ്രജ്ഞന് സഹജമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധകന്റെ ഉള്ളില് ഇതിനെയൊക്കെ ഒതുക്കിയാണ് ജീവിക്കുന്നതെങ്കിലും അയാളുടെ ഉള്ളില് ആ ഒരു രസമുണ്ട്, വിഷയങ്ങളോടുള്ള ആ വിഷയ അഭിലാഷയുണ്ട്. ഓക്കെ, സ്ഥിതപ്രജ്ഞന് ആ വിഷയ അഭിലാഷയും ഇല്ല. നമ്മളെന്തിനാ ഈ എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. എനിക്കിനി നന്നാവാൻ വേണ്ടിയിട്ടാണ്, സമാധാനത്തിൽ ഇരിക്കാൻ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പിടിക്കുന്നത്, ഇല്ലേ? അപ്പോൾ എന്തിനാ നമ്മൾ വ്രതം എടുക്കുമോ? 41 ദിവസം ശബരിമലയ്ക്ക് പോകാൻ വ്രതം എടുക്കുന്ന, അങ്ങനെ വ്രതം എടുക്കണം, എന്നിട്ട് വേണം ശബരിമലയ്ക്ക് പോകാൻ. അതല്ലെങ്കിലോ ഏകാദശി വ്രതം, പല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് പിടിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ട് നമുക്കൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ഫലമാണ്, നല്ല കാര്യമാണ്. പക്ഷെ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ്? അദ്ദേഹത്തിന് ആ ഒരു രസാഭിലാഷ പോലും ഉള്ളിൽ കാണില്ല. അതായത് ആ വിഷയ അഭിലാഷ പോലും ഉള്ളിൽ കാണില്ല. അതായത് ശമദമം അയാൾക്ക് നാച്ചുറലാണ് എന്നാണ്. ഒരു രസകരമായിട്ടുള്ളൊരു കഥ സാധാരണ ഈ സമയത്ത് പറയാറുണ്ട്. ഓക്കെ, എന്താ കഥ എന്ന് വെച്ചാൽ, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ഒരു ഗുരുവും ശിഷ്യനും കൂടി ഇങ്ങനെ യാത്ര പോവാണ് എന്നാണ്. ഓക്കെ, ഇയാളിങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്, ഒരു നദി എത്തി, ആ നദി ക്രോസ് ചെയ്യണം. ഓക്കെ, അപ്പം വേറെ വള്ളമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗുരുവും ശിഷ്യനും കൂടെ നീന്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ആ സമയത്താണ് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതി എന്ത് ചെയ്തു, അവിടെ വന്നു എന്നാണ്. ഈ സുന്ദരിയായിട്ടുള്ള യുവതിക്ക് അപ്പുറത്തേക്ക് കടക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അവർ രാത്രിയാകാറായി. അപ്പോൾ ആരുമില്ലേ? അപ്പോൾ ഇവര് ഈ സുന്ദരിയായിട്ടുള്ള യുവതി ഇവരോട് രണ്ടുപേരോടും കൂടെ അഭ്യർത്ഥിക്കുക, അയ്യോ എന്നെ ഒറ്റക്കിട്ടേച്ച് പോരുത്, എനിക്ക് അപ്പുറത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു പറഞ്ഞു ഓക്കെ. അപ്പം ശിഷ്യനാണെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുന്നേ ഇല്ല, ഈ യുവതിയെ നോക്കുന്നേ ഇല്ല. പക്ഷെ ഗുരു പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നീന്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ സുന്ദരിയായിട്ടുള്ള യുവതിയെ ആ ഗുരു എടുത്ത് തോളത്ത് വെച്ച് നീന്തി അപ്പുറത്ത് കടന്നു. ആ ഗുരു അവിടെ ആ യുവതിയെ ഇറക്കി വിട്ടു. എന്നിട്ട് ശിഷ്യനും ഗുരുവും കൂടെ നടന്നുപോയി. പക്ഷെ പിന്നെ ഈ ശിഷ്യന് ഈ ഗുരുവിനോടുള്ള ഒരു രീതിക്കല്ല ഒരു മാറ്റം. മറ്റേ വളരെ വിനയത്തോടു കൂടി പെരുമാറിക്കൊണ്ടിരുന്ന ശിഷ്യൻ ഈ ഗുരുവിനെ അങ്ങനെയൊന്നും മാനിക്കുന്നില്ല. മാത്രമല്ല ഒരു മൊത്തത്തിലൊരു ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നു. ആദ്യത്തെ ദിവസം ഗുരു വിട്ടു, യാത്രയല്ലേ. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഗുരു ചോദിച്ചു, എടി എന്താടാ പ്രശ്നം? നീ 2 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ നിനക്ക്, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഉടനെ ശിഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഗുരുവൊന്നുമല്ല, എനിക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കൂടെ കൂടിയതാ,
മറ്റേതാ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾക്ക് ആ സ്ത്രീയെ എടുത്ത് ചുമന്നുകൊണ്ട് ആ വെള്ളത്തിൽ കൂടെ നീന്തി വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ മറ്റേ ബ്രഹ്മചര്യം എന്ന് പറയും, എന്നിട്ട് ഇമ്മാതിരി പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന്. കാരണം ഗുരു ഇങ്ങനെ വിളിച്ചിരിക്കുക. ഗുരു വെച്ചാൽ, എടാ അതെ, ഞാൻ ആ സ്ത്രീയെ ആ നദിക്കടവിൽ തന്നെ ഉപേക്ഷിച്ചു, നീ ഇപ്പോഴും അവരെ നിന്റെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇവിടെ ഗുരുവിന് സഹജമാണ് എന്നാണ്. എന്ത്? ആ ശമതമങ്ങൾ സഹജമാണ്. ശിഷ്യന് അത് എഫോർട്ടോടുകൂടി ഇടുന്നത് കൊണ്ടാണ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റാഞ്ഞത് എന്നാ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗംഭീരാണ്, പക്ഷേ ഉള്ളില് ആ വിഷയ അഭിലാഷയുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നൊരു ഒറ്റ കാര്യമുള്ളൂ. ഗുരു ആ പരമമായിട്ടുള്ളതിനെ അറിഞ്ഞിട്ടുണ്ട്, ആ സ്ഥിതപ്രജ്ഞൻ പരമമായിട്ടുള്ളതിനെ അറിഞ്ഞിട്ടുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല തന്നെ. കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച പോലെ നല്ല മധുരമുള്ള ഒരു ലഡ്ഡു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായക്ക് മധുരമില്ലാത്തതുപോലെ. ചായക്ക് മധുരം ഉണ്ടോ? മധുരമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളറിയില്ല. മനസ്സിലായില്ലേ? എത്ര കൂടുതൽ പഞ്ചസാര ഇട്ടാലും നേരത്തെ ആ ലഡുവിൻ്റെ ആ ഒരു ഇനിപ്പുള്ളത് കാരണം നമുക്ക് ചായക്ക് മധുരം ഫീൽ ചെയ്യത്തില്ല. ചായയോട് നമുക്കൊരു താല്പര്യം തോന്നാത്തത് പോലെ. അതേപോലെ ഈ ലോകത്തിലെ ഒന്നും തന്നെ ഈ സ്ഥിതപ്രജ്ഞനെ ഇളക്കില്ല. അപ്പോൾ ആ വിഷയ അഭിലാഷയില്ല, അദ്ദേഹത്തിന് ആ വാസനകളില്ല. ഓക്കെ, ആ വിദ്യാന സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ഈ ലോകത്തിൽ ഇരിക്കും? സമാധാനത്തോടുകൂടി ഇരിക്കും. ഓക്കെ, ഇനി ഈ ഒരു അവസ്ഥയെ താരതമ്യം ചെയ്യാൻ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആചാര്യന്മാരെന്ത് ചെയ്യും? ഒരു അജ്ഞാനിയുമായിട്ട്, അജ്ഞാനി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും അറിയാൻ മേലാത്തവനൊന്നുമല്ല, ഈ സ്ഥിതപ്രജ്ഞ അവസ്ഥയിലേക്ക് എത്താത്ത ആളുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരും. എങ്ങനെ സ്ഥിതപ്രജ്ഞൻ ഇരിക്കുന്നത്? ആ സമാധാനത്തോടുകൂടി ഇരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? നാച്ചുറലി എഫേർട്ട്ലെസ്ലി ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ച് അകത്തോട്ട് വലിച്ചിരിക്കുന്നു. നമ്മളങ്ങനല്ല ഇരിക്കുന്നതെന്ന് കണ്ടു. പിന്നെയോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ആ കാര്യം ആ പരമമായതിനെ കണ്ടതുകൊണ്ട് തന്നെ ആ ക്ഷുദ്രമായിട്ടുള്ള ആനന്ദത്തിന്റെ പുറകെ പോകത്തില്ല, ആ പരമാനന്ദത്തിനെ പിടിച്ചിട്ടുണ്ട് എന്ന് കണ്ടു. ഇനി നമ്മുടെ അവസ്ഥ, നമ്മളൊക്കെ അജ്ഞാനികളാണേ ബേസിക്കലി, നമ്മുടെ അവസ്ഥ എന്താണ് എന്നാണ് 60ാമത്തെ ശ്ലോകത്തിൽ പറയുക. കാര്യം ഇത് പറയുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, ആ സ്ഥിതപ്രജ്ഞൻ അതായത് നമ്മൾ പറയത്തില്ല, ഇപ്പം ചില വെള്ളമുണ്ട്, 2 തരം വെള്ളമുണ്ട്. ഒന്നൊരു ഓഫ് വൈറ്റ് കളറും ഉണ്ട്, മറ്റേ വെള്ളയുണ്ട്. അപ്പൊ ഇത് രണ്ടിനും കൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അയ്യോ ഇതിൽ ഏതാ വെള്ളാന്ന് സംശയം വരുന്നത്. അത് കുറച്ചും കൂടെ നല്ല തെളിഞ്ഞ വെള്ളം നമ്മൾ വെള്ളയാന്ന് കൃത്യം പറയും. അതേ കണക്ക് ഒരു അജ്ഞാനിയെ കാണിക്കുന്ന സമയത്ത് സ്ഥിതപ്രജ്ഞൻ കുറച്ചും കൂടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ് 60ാമത്തെ ശ്ലോകത്തില്. യതതോഹ്യപി കൗന്തേയ പുരുഷസ്യ വിവശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. എന്താണ് അർജുന? ഇന്ദ്രിയ സംയമനത്തിന് എത്തിക്കുന്ന ശാസ്ത്രജ്ഞാനമുള്ള മനുഷ്യനെ പോലും ക്ഷോഭകാരികളായ ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി വലിച്ചെടുക്കുന്നു. അതായത് ബോധമുള്ള എന്ന് നമ്മൾ പറയുന്ന, ശാസ്ത്രം പഠിച്ചു എന്ന് നമ്മൾ പറയുന്ന, പിന്നെയോ സാധന ചെയ്യുന്ന ആളെ പോലും ഇന്ദ്രിയങ്ങൾ വലിച്ചഴക്കും. സ്ഥിതപ്രജ്ഞനെ ഇന്ദ്രിയങ്ങൾക്ക് തൊടാൻ പറ്റില്ല. കാര്യം എന്നാ? അദ്ദേഹം അതിനെ കടന്നുപോയി എന്നാണ്. അതായത് സമാധാനമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വാസനകളില്ലാതെ ഇരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം എന്താണ്? കാര്യം ഇതൊക്കെ വേണമെന്ന് അറിയാവുന്ന ഒരാൾക്ക് അയാൾക്ക് ഇങ്ങനത്തെ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. എന്താ? ഇന്റലക്ച്വൽ നോളജ് മാത്രമായിട്ടേ ഉള്ളൂ. സ്ഥിതപ്രജ്ഞ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. യതഃ അപിപുരുഷസ്യ, അതായത് യത്നിക്കുന്ന പരിശ്രമിക്കുന്ന ആളാണെങ്കിലും, എങ്ങനെ പരിശ്രമിക്കുന്ന ആള്? ജപം, ധ്യാനം, തപസ് ഇത്യാദി കാര്യങ്ങളിൽ കൂടെ ഈ ഇന്ദ്രിയ നിഗ്രഹത്തിന് പരിശ്രമിക്കുന്ന, ആ പരമാത്മാവിനെ അറിയാൻ പരിശ്രമിക്കുന്ന ആളാണെങ്കിൽ കൂടെയും ചിലപ്പോൾ വീണുപോകും. ആണോ അല്ലയോ? അതാ സ്വാമി ഞങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം. ഞങ്ങളിങ്ങനെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മളിതിന് പരിശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോവും, പടക്ക് അതൊഴി പോകും.
അത് വലിയ പ്രശ്നമാണ്. അയ്യോ എൻ്റെ സാധനയിൽ വീണ്ടും പ്രശ്നമായേ, നമ്മൾ അതിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ ബൗൺസ് ബാക്ക് എന്ന് ചിന്മയാനന്ദ സ്വാമിജി പറയുന്ന, അതിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നാ. ഇനിയോ വിപശ്ചിതഹാപി പുരുഷസ്യ, എന്താ, ശാസ്ത്രജ്ഞാനമുള്ള ആളാണെങ്കിൽ കൂടെയും, അതായത് ടെക്നിക്കൽ നോളേജ് ഉണ്ട്, ഇന്ന ഔപരമാതിദീക്ഷ, ശ്രദ്ധ, സമാധാനം, വിവേകം, വൈരാഗ്യം, മുമുക്ഷുത്വം, ഇതൊക്കെ വേണം എന്നറിയാവുന്ന, ടെക്നിക്കലി ഇതെന്തൊക്കെയാണെന്ന് അറിയാവുന്ന ആളാണ്. അതോടൊപ്പം തന്നെ സാധന ചെയ്യുന്ന ആളുമാണ്. ഇവര് പോലും ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ പോവും, ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ട് പോകും. നമ്മൾ പറയാറില്ലേ, ഈ ഡോക്ടർമാര് സിഗരറ്റ് വലിക്കുന്ന ഡോക്ടർമാരില്ലേ, അവർക്കറിയാം, അവർക്ക് എന്തറിയാം, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, പക്ഷെ ഈ സിഗരറ്റ് അവരെ കൊണ്ടുപോകും. അതേ കണക്കാണ്. വെള്ളടിക്കുന്ന ഡോക്ടർമാരില്ലേ, പിന്നെ കാര്യം എന്നാ, അത് ഈ മദ്യത്തിനോടുള്ള ആസക്തി അവരതൊഴുകി കൊണ്ടുപോകും. അവർക്കറിയാം ഇത് മോശമാണെന്ന് അറിയാം അല്ലേ, അത് തീർച്ചയായിട്ടും അറിയാമല്ലോ. അപ്പൊ അവരെന്താണ്, വിപശ്ചിതഹപി. പിന്നെയോ ചില ആൾക്കാരുണ്ട്, ഇല്ല ഞാൻ വെള്ളം അടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല എന്ന് പറയും, പക്ഷേ വൈകുന്നേരം ഒരു സമയമാകുന്ന സമയത്ത് അറിയാതെ കൈ വിറയ്ക്കും, എവിടുന്നെങ്കിലും പൈസ ഒപ്പിച്ചിട്ട്. കണ്ടിട്ടില്ലേ, ഈ ഇതിൻ്റെ എല്ലാ സമയത്ത്, ഇതിൻ്റെ സമയത്താണ് നമ്മുടെ ശബരിമല സീസണിൻ്റെ ഒക്കെ സമയത്ത് ഭയങ്കര, ഇപ്പം സീസൺ നടക്കുകയാണല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്താണ് ഇതുണ്ട്, എന്നാ വ്രതമൊക്കെ എടുക്കും, എന്നിട്ട് ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ നിന്ന്, വരുന്ന വരവിന് തന്നെ സാധനം മേടിച്ചോണ്ടാ വരുന്ന ചില ആൾക്കാരൊക്കെ. കാര്യം എന്നാ, ഇത്ര നാളിങ്ങനെ മുട്ടി 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 നിൽക്കുകയായിരുന്നു എന്നാ, മനസ്സിലായില്ലേ. ഇങ്ങനെ ചെയ്യുന്ന ആളെ പോലും, എന്താ, ശാസ്ത്രജ്ഞാനമുള്ള ആളാണെങ്കിലും സാധന ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇന്ദ്രിയങ്ങൾ വലിച്ചഴക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വാസന അവർക്കുണ്ട്. എന്തേ മാർഗമുള്ളൂ ഇതിനെ ഇല്ലാതെയാക്കാൻ? ആ പരമാത്മാവിനെ അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ മാർഗമുള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, എന്താണ്, മെനി പ്രോബ്ലംസ് വൺ സൊല്യൂഷൻ. ഒറ്റ സൊല്യൂഷനുള്ളൂ എല്ലാ പ്രോബ്ലങ്ങൾക്കും. എന്താണ്? ആത്മജ്ഞാനം നേടുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അതാണ് സൊല്യൂഷൻ. അതായത് സൂര്യൻ വന്നു കഴിയുമ്പോൾ ആകാശത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും കാണാതാകുന്നത് പോലെ, സൂര്യൻ വന്നു കഴിയുമ്പോൾ ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളും കാണാതാവും ഇല്ലേ? അതേപോലെ ഈ ആത്മജ്ഞാനം ഉദിക്കുന്ന സമയത്ത് ബാക്കിയുള്ളതെല്ലാം അപ്രസക്തമാകും എന്നാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകില്ല എന്നതുപോലെ. അജ്ഞാനി ഇങ്ങനെയാണ് ഇരിക്കുക, ജ്ഞാനി ഇങ്ങനെ അല്ലിരിക്കുക എന്നും കൂടാണ് പറയുക. ഇങ്ങനെ യതഹാപി പുരുഷസ്യ വിപശ്ചിതഃ പുരുഷസ്യ ഇതൊക്കെ പറയുന്ന സമയത്ത് അജ്ഞാനി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ജ്ഞാനി ഇങ്ങനല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സമാധാനത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ അല്ലെങ്കിൽ വേദവ്യാസജി നമ്മുടെ മുമ്പിലേക്ക് വെക്കുക. അജ്ഞാനി ഇങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യണം? ബൗൺസ് ബാക്ക്. നമ്മൾ ഇതിൻ്റെ അർത്ഥം സാധന ചെയ്യരുതെന്നോ പഠിക്കരുതെന്നോ അല്ല, പഠിച്ചുകൊണ്ടിരിക്കുക, സാധന ചെയ്തുകൊണ്ടിരിക്കുക. ഇതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ വഴി വീണ് കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക്. ഒരു നാണം ഇല്ലാതെ ബൗൺസ് ബാക്ക് ചെയ്യാൻ, അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു നാണമൊക്കെ വേണം. ഇത് എല്ലാ ദിവസത്തെ ഒരു ശീലമാക്കരുത്. എന്നിട്ടോ എങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനാകാം? എങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനാകാം? അതാണ് അടുത്ത ശ്ലോകം. ഇത് ആ തോട്ട് ഫ്ലോ നോക്കി വന്നോണേ. തോട്ട് ഫ്ലോ ഇത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ രീതിയിൽ നമ്മൾ ടോപ്പിക്കാണ് വെച്ചെങ്കിൽ കൂടെ ഇത് സ്ഥിതപ്രജ്ഞ ലക്ഷണം നമ്മൾ വിശദമായിട്ട് ഓരോ ശ്ലോകമായിട്ട് എടുക്കുന്നതിൻ്റെ കാര്യം ആ ഒരു തോട്ട് ഫ്ലോയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 61ാമത്തെ ശ്ലോകം എന്താണ്? താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അവയെ ഇന്ദ്രിയങ്ങളെയൊക്കെ കീഴടക്കി പരമപൊരുളായ എന്നിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കണം. എന്തെന്നാൽ ആർക്ക് ഇന്ദ്രിയങ്ങൾ സ്വാധീനങ്ങളാണോ അയാളുടെ പ്രജ്ഞ സ്ഥിതപ്രജ്ഞ. എങ്ങനെ നമുക്ക് സ്ഥിതപ്രജ്ഞനാകാം? ഇതാണ് പോയിന്റ്, ഇതാണ് സാധന. എന്താണ്? എന്നിൽ തന്നെ മനസ്സിനെ നിർത്തുക, മത്പരനാകുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എനിക്ക് എങ്ങനെ സ്ഥിതപ്രജ്ഞനാകാം? നമുക്ക് എങ്ങനെ സ്ഥിതപ്രജ്ഞനാകാം?
നമ്മൾ ഭഗവാനിൽ നമ്മുടെ മനസ്സിനെ നിർത്തുക, മത്പരനാകുക. ഇത് നമ്മൾ തുടങ്ങുകയാണ്, ഭഗവത്ഗീത തുടങ്ങി, കുറച്ചായിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത് പലയിടത്ത് വരും. ഇത് ഭക്തലക്ഷണത്തിൽ വരും. ഓക്കെ, അവിടൊക്കെ വരും. ഇത് എന്താണ്? ഈ മത്പരത്വം, അതായത് ഭഗവാനിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുക, ഏറ്റവും മികവിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിക്കുക. അതായത് നിന്നെ പറഞ്ഞ കണക്ക് തന്നെ നിന്നെ അറിയണമെന്നുള്ള എന്താണ് ഒരാഗ്രഹത്തിൽ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും അലിഞ്ഞില്ലാതെയായി എന്ന് നമ്മൾ റൂമിയുടെ കണ്ട ഒരു ശകലം എടുത്ത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാകട്ടെ എന്നാണ് പറയാം. എങ്ങനെ നിർത്താം? എങ്ങനെ നമുക്ക് ആ ഭഗവാനിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും? അതിനാണ് ഈ സാധനയൊക്കെ ചെയ്യുന്നത്. എങ്കിലും ഏറ്റവും എളുപ്പമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞിട്ട് നവതാഭക്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തിയെ പറ്റി പറയും. എന്താണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 തരത്തിലുള്ള ഭക്തി. ഇതല്ലാതെ വേറെ നവതാഭക്തിയുണ്ട്. ശ്രീരാമനും ശബരിയുമായിട്ടുള്ള നവതാഭക്തിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് പ്രഹ്ലാദനും ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ ഉപദേശിക്കുന്നതാണ്. എങ്ങനെ എൻ്റെ ഭഗവാനെ പിടിക്കാം എന്നുള്ളതിന് പ്രഹ്ലാദൻ ഉപദേശിക്കുന്നതാണ്. അത് കാര്യം എന്നാ? കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാനിൽ തന്നെ, ആ മികവിൽ തന്നെ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെയുള്ളതാണെങ്കിലോ ഇന്ദ്രിയങ്ങളെ കീഴടക്കുക, ഇന്ദ്രിയങ്ങൾക്ക് മികച്ചതിനെ കൊടുക്കുക. ഇതാണ് ഏറ്റവും സിമ്പിൾ സാധനം. ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ടെൻഡൻസിയാണ്. നിങ്ങൾ എത്ര പേര് ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയത്തില്ല. എനിക്ക് ഐഫോൺ അല്ല. ഓക്കെ, എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ അടുക്ക നമുക്കൊരു സുഹൃത്ത് പറഞ്ഞാൽ ഐഫോൺ വേണമെങ്കിൽ നിനക്ക് കൊണ്ടുതരാം, എൻ്റെ ഒരു ഐഫോൺ ഉണ്ട് പഴയത്, അവൻ പുതിയതിലേക്ക് പോയ സമയത്ത് ഐഫോൺ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ സ്വാമിക്ക് ഐഫോൺ പാടില്ലേ? ഞാൻ പറഞ്ഞു അതൊന്നും കൊണ്ടല്ല, ഈ ഐഫോണിനൊരു പ്രശ്നമുണ്ട്. കാര്യം ഇത് ഏറ്റവും ബെസ്റ്റ് സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുമായിട്ട് നമ്മൾ സെറ്റായാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ റേഞ്ചിൽ തന്നെ വേണം. ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഈ ഒരു HP ലാപ്ടോപ്പ് കൊണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കണം. എനിക്ക് മറ്റേ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് എടുക്കേണ്ടി വരും. അത് കഴിയുമ്പോഴെന്ത് ചെയ്യും? പിന്നെ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഹെഡ്സെറ്റ് അതിൻ്റെ കൂടെ. പിന്നെ ഈ ഐഫോൺകാർ ഈ ഉടായ്പ സാധനങ്ങളൊന്നും കൊടുക്കില്ല, ഒരു വെൻഡ്രൈവ് പോലും അതിൻ്റെ അകത്ത് കുത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ എല്ലാം എനിക്ക് ആപ്പിളിൻ്റെതാക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവർ നമ്മളെ അങ്ങ് അഡിക്റ്റ് ആക്കി കളയുന്ന. അതായത് നമ്മൾ ആപ്പിളിൻ്റെ ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഐപാഡുകളോ ഇത് കണക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വരാൻ തോന്നത്തില്ല എന്നാ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നാ. കാര്യം എന്നാ? ഞാൻ ഇതിൻ്റെ പരസ്യം കൊടുക്കുകയല്ല. ഓക്കെ, പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് എനിക്ക് ഐഫോൺ വേണ്ട എന്ന് പറഞ്ഞു. അതെന്താ? ഇപ്പം നമ്മൾ മറ്റേ ആൻഡ്രോയിഡ് ഫോൺ ഏതെങ്കിലും ഉപയോഗിച്ച് സമാധാനത്തോട് ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇപ്പോൾ സാംസങ് പോയി കഴിഞ്ഞാൽ വേറെ MI അല്ലെങ്കിൽ വേറെ റെഡ്മി ഏതെങ്കിലുമൊക്കെ ഫോണിൽ നമുക്ക് നിൽക്കാമെന്ന്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഐഫോൺ അങ്ങനെയല്ല, ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് പോവേ നിവർത്തിയുള്ളൂ എന്നാ. കാര്യം എന്നാ? പിന്നെ താഴോട്ട് വരാൻ നമുക്ക് തോന്നത്തില്ല എന്നാ. മനസ്സിലായില്ലേ? ഇതേപോലെ നമ്മൾ ആ ഭഗവാനെ പിടിച്ചാൽ പിന്നെ നമ്മൾ താഴോട്ട് വരില്ല. അതുകൊണ്ടാണ് മത്പരനാകൂന്ന് പറയാം. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക? ആ ഭഗവാനോടുള്ള സ്നേഹം നിറയ്ക്കൂ. വേറെ സന്തോഷത്തിൻ്റെ പുറകെ ഇന്ദ്രിയങ്ങൾ പോകില്ല. ഭഗവാനോടുള്ള ആ ഒരു സ്നേഹത്തിനെ നിറച്ചാൽ വേറെ സന്തോഷത്തിന് പുറകെ നമുക്ക് പോകാൻ തോന്നില്ല. കുചേലൻ്റെ ഒക്കെ കഥ കേട്ടിട്ടില്ലേ? കുചേലനൊക്കെ വളരെ ദാരിദ്ര്യത്തോടുകൂടി ജീവിച്ച ആളാണെന്നാ, ഭക്തനാ. ആ ഭക്തി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേറൊന്നിൻ്റെ ആവശ്യമില്ലായിരുന്നു.
പക്ഷെ ഭാര്യ പറയും, എൻ്റെ മനുഷ്യ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നിങ്ങളുടെ കൂട്ടുകാരൻ അവിടെ രാജാവല്ലേ, ഒന്ന് ചോദിക്കും മനുഷ്യ എന്ന് പറഞ്ഞ് പാവത്തിനെ വീട്ടിൽ സമാധാനം കൊടുക്കാൻ ഇരുത്തി ഏറ്റവും അവസാനം ഒരു അവലും ഇടിച്ചു കെട്ടി പറഞ്ഞു വിട്ടുന്നാ കഥ കേട്ടില്ലേ. എന്നിട്ട് അവിടെ പോയിട്ട് ഈ കുചേലൻ ചോദിച്ചില്ല. കാര്യം എന്നാ, ഭഗവാൻ മാത്രമേ ഉള്ളേ മനസ്സില്, കുചേലൻ ചോദിച്ചൊന്നുമില്ല. പിന്നെയോ ഭഗവാൻ അവലുണ്ടു, അതാണ് പ്രശ്നം. അവലുണ്ട്, ഒരു പിടി പിടിച്ച്, 2 പിടി പിടിച്ച്, 3ാമത്തെ പിടിക്ക് ദേവി എന്നെ കയറി കയ്യെ പിടിച്ചു എന്നാ, എൻ്റെ ഭഗവാൻ എന്നെ ഇനി അങ്ങോട്ട് വിടരുതെന്ന്. മനസ്സിലായില്ലേ? അതായത് ചിന്മയാനന്ദ സ്വാമിജിയുടെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, അതിനേക്കാളുപരി നമ്മളോടുള്ള, പ്രത്യേകിച്ച് ചിന്മയാമിഷനുള്ള ആൾക്കാരോടെല്ലാം ഉള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഈ കൊട്ടേഷൻ എത്ര പേര് പ്രാവർത്തിയാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള പൂജ്യ ഗുരുദേവൻ്റെ ഒരു കൊട്ടേഷനാണ്. സത്യമായിട്ട് എനിക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. ഗുരുദേവൻ പറയും, ഹോൾഡ് ഓൺ ടു നാരായണ, ലക്ഷ്മി വിൽ ഫോളോ എന്നാണ്. ഹോൾഡ് ഓൺ ടു നാരായണ, ലക്ഷ്മി വിൽ ഫോളോ. എന്താ കാര്യം? നാരായണനെ മുറുകെ പിടിച്ചാൽ ലക്ഷ്മി കൂടെ പോരും എന്നാണ്. നാരായണനാണ് ഭർത്താവ്. ഓക്കെ, പുള്ളി പിടിച്ച ഭർത്താവ് പോകുന്നിടത്തെ ഭാര്യയും കൂടെ വരുള്ളൂ എന്നാ. മനസ്സിലായില്ലേ? ഇപ്പം അങ്ങനെയല്ല, ഭാര്യ പോകുന്നിടത്ത് കൂടെ ഭർത്താവിന് പോകേണ്ടി വരും, അതൊക്കെ കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവിടെ ഗുരുദേവൻ എന്നിട്ട് ഒരു കാര്യം കൂടെ ഗുരുദേവൻ കൊട്ടേഷനിലല്ല അല്ലാതെ ആഡ് ചെയ്യും. ഒന്ന് ആലോചിക്കേ, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ സ്വന്തം ഭാര്യ ആരെങ്കിലും പിടിക്കാൻ വന്നാ? അപ്പൊ എന്താ, ഭാര്യയും പിണങ്ങും ഭർത്താവും പിണങ്ങുന്ന, നാരായണന് പിണങ്ങും ലക്ഷ്മി പിണങ്ങുന്ന. നമ്മളൊക്കെ എന്തിൻ്റെ പുറകെ ഓടുന്നത് എന്നാണ് ചോദ്യം. നമ്മളൊക്കെ ലക്ഷ്മിയുടെ പുറകെയാണ് ഓടുന്നത് ഇല്ലേ? ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത്, ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. നമ്മളൊക്കെ ഡെയിലി ചെയ്യുന്ന പരിപാടിയാണ്. ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ എമൗണ്ട് റേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ എമൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നതെങ്കിൽ എത്രത്തോളം എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റും സത്യമായിട്ട് നമുക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അച്ചട്ടായിട്ട് ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യം, നമ്മളുടെ ആ പ്രൊജക്റ്റ് നമ്മൾ ക്ലിയർ ആണ്, ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് സപ്പോർട്ട് വരുന്നതെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും ഈ പരിപാടി നടക്കും. അവിടുന്ന് ഇവിടുന്ന് 1000 രൂപ, 2000 രൂപ, 500 രൂപ, 150 രൂപ വെച്ചിട്ടുള്ള ഡൊണേഷൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റ് പോലും പൈസ ഇല്ലാതെ നിന്നിട്ടില്ല, ദൈവം സഹായിച്ച് ഇതുവരെ. കാര്യം നമ്മൾ നാരായണനിൽ പിടിച്ചാൽ, ഇവിടെ നാരായണൻ എന്താണ്? ആ ഒരു പ്രൊജക്റ്റായിരിക്കും നാരായണൻ. ആ നാരായണനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ലക്ഷ്മി എവിടുന്നെങ്കിലുമൊക്കെ വന്നോളൂ. നേരെ മറിച്ച് നമ്മൾ ആ പ്രൊജക്റ്റിനെ ശ്രദ്ധിക്കാതെ അതിനു പകരം ലക്ഷ്മിയെ സ്വരൂപിക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നതെങ്കിൽ ഈ പ്രൊജക്റ്റ് നടക്കത്തില്ല, ഇവിടുന്ന് പൈസ റേസ് ചെയ്യാനും പറ്റത്തില്ല. ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ മികവിനെ പിടിച്ചാൽ, മത്പരനായാൽ ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങൾ കൂടെ വരും. നമ്മൾ ഈ ലോകത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പുറകെ നടക്കുന്ന സമയത്ത് ഈ ഐശ്വര്യവും ചിലപ്പോൾ വരത്തില്ല, ചിലപ്പോൾ ഒരു നമ്മുടെ പ്രാരബ്ധം അനുസരിച്ചായിരിക്കും. ഭഗവാൻ ഉറപ്പായിട്ട് വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഭഗവാനെ പിടിക്കൂ, ലോകത്തിൻ്റെ ഐശ്വര്യം കൂടെ വരും. മത്പരനാകും. അതായത് 55ാമത്തെ ശ്ലോകത്തില് സമാധിയിലുള്ള സ്ഥിതപ്രജ്ഞൻ ആരെന്ന് കണ്ടു. 55ാമത്തെ ശ്ലോകം. 56, 57 എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുന്നത് എന്ന് കണ്ടു. 58, 59, 60 എങ്ങനെ സ്ഥിതപ്രജ്ഞൻ ഇരിക്കുന്നു എന്നുള്ളത് കണ്ടു. 61 എങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനാകാം എന്നുള്ളത് കണ്ടു. ഇനി എന്താണ് 62, 63 ശ്ലോകങ്ങൾ വളരെ രസകരമായിട്ടുള്ള ശ്ലോകമാണ്. ഈ മത്പരനല്ലാത്ത ആൾക്ക് എന്ത് സംഭവിക്കും? ഓക്കെ, മത്പരനല്ലാത്ത ആള്, അതായത് ഭഗവാനിൽ പിടിക്കാത്ത ആള്, മനസ്സിനെ ഭഗവാനിൽ നിർത്താത്ത ആൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. പല സമയത്ത് എന്താണത്? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. എന്താണ്?
ധ്യായതഃ. ധ്യായതഃ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. എന്താണ് ചിന്ത? വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ചിന്ത, അല്ലാതെ വേറെ വലിയ വലിയ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളെയൊന്നുമല്ല. ഇത് നമ്മുടെ ഒരു വീഴ്ചയുടെ പടികളാണ് ഈ 2 ശ്ലോകങ്ങളിലായിട്ട് കാണിച്ചു തരും. ചിന്മയാനന്ദ സ്വാമിജി ഈ ശ്ലോകങ്ങളെ വിളിക്കുന്ന പേര് ലാഡർ ഓഫ് ഫാൾ എന്നാണ്. ലാഡർ ഓഫ് വീഴ്ചയുടെ പടികൾ. അപ്പം നമ്മളും പലപ്പോഴും വീഴുന്നത് ഈ ഒരു രീതിക്കാണ് എന്നാണ്. എന്താ അത്? ഒന്ന്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും. മറ്റേ ധ്യാനിക്കുന്നത് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ധ്യാനം അല്ല. പിന്നെന്താണ്? ഈ ലോക വിഷയങ്ങളെ പറ്റി ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുവരും? സ്വാഭാവികമായിട്ടും ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് ഒരു സംഘം, ഒരു പ്രീതി ഉണ്ടാകും. ഓക്കെ, അതായത് ചിന്തിക്കുന്നത് വേണം എന്ന ആഗ്രഹം ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് വെറുതെ യൂട്യൂബിൽ കൂടി ഇങ്ങനെ കടന്നു പോവാം. അപ്പം ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതും നമ്മുടെ സ്ഥിരമായിട്ടുള്ള സെർച്ചിങ്ങിൻ്റെ എല്ലാം വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് ഓരോ സജഷൻസ് വരിക. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഫുഡ് വ്ളോഗുകളിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ ഇപ്പോൾ എല്ലാവരും ഫുഡ് വ്ളോഗേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് വ്ളോഗിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്തായിരിക്കും ആദ്യം ഒരു സാധനം വന്നു, രണ്ടാമത് വേറൊരു ഐറ്റം വന്നു, മൂന്നാമത് വേറൊരു കടയിൽ പോയി കഴിക്കുന്നത് കണ്ടു. ഇങ്ങനത്തെ ഒരു 3-4 ഐറ്റം ഇങ്ങനെ ഞാനിങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു വിശപ്പ് വരും. അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർഡർ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ ഇവന്മാർക്ക് ഇതെങ്ങനെ മനസ്സിലാകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ സൊമാറ്റോയുടെ സ്വിഗ്ഗിയുടെ ഒരു പരസ്യം പോപ്പപ്പ് ചെയ്യും, ടക്ക് എന്ന് പറഞ്ഞു വരും. അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഉടനെ ഈ സൊമാറ്റോയുടെ സ്വിഗ്ഗിയുടെ അത് നമ്മൾ മനസ്സിൽ വിചാരിച്ച ഐറ്റം തന്നെ വെച്ചിട്ടുള്ളൊരു പരസ്യമായിരിക്കും വരുന്നത്. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് മേടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നതാണ്. ഈ പരസ്യത്തിൻ്റെ ഒക്കെ ടെക്നിക്ക് ഇതാണ്. എന്താണ്? നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ധ്യാനിപ്പിക്കും. അതായത് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും 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 ഒരു കാര്യത്തിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിനെപ്പറ്റി വീണ്ടും ചിന്തിക്കും. 10 പ്രാവശ്യം ഞാനൊരു ഐറ്റത്തിനെ പറ്റി കണ്ടു. അടുത്ത പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്ത് ആ ഐറ്റം അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലൊരു പ്രീതി ജനിക്കും. കാര്യം ഓൾറെഡി എൻ്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. ഞാൻ ആ സാധനത്തിന് പോയി പിടിക്കും. അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു പ്രാക്ടിക്കൽ ടിപ്പായിട്ട് പറയുന്ന കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ മാനേജ്മെൻറ്റ് വിദഗ്ധന്മാർ പൈസ മേടിച്ചിട്ട് കൊടുക്കുന്ന ഉപദേശമായിട്ടുള്ളൊരു സാധനമാണ്. കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ല, പക്ഷേ വളരെ ഗംഭീര സംഭവമാണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ലിസ്റ്റുമായിട്ട് പോകണം. ഇതൊരു വലിയ ടിപ്പാണ്. എന്താണ്? എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ ആലോചിച്ചുറപ്പിച്ചിട്ട് പോകണം. അല്ലാതെ നമ്മൾ അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവന്മാരൊരു വലിയ ബക്കറ്റ് എടുത്ത് തരും, അല്ലെങ്കിൽ ഒരു വലിയ ബാസ്ക്കറ്റ് എടുത്ത് നമ്മുടെ കയ്യിലോട്ട് തരും. ഈ ബാസ്ക്കറ്റിൻ്റെ അത് നമുക്ക് 1/2 കിലോയുടെ തേയിലയും ഒരു ബ്രഷും ഒരു പേസ്റ്റും മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്താ നമ്മളോടൊരു കുറച്ചിൽ ഫീൽ ചെയ്യും. മനസ്സിലായല്ലേ? അങ്ങനെയൊക്കെയാ. അപ്പോൾ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് മേടിച്ചിട്ടിട്ട് വേണം നമുക്ക് കൗണ്ടറിൽ പോകാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നിക്കുമെന്നാ. ഇല്ലില്ല, നമ്മളതുകൊണ്ട് ലിസ്റ്റ് വെച്ച് പോകണം എന്ന് പറയും. കാര്യം എന്നാ? ഓൾറെഡി നമ്മുടെ ഉള്ളിൽ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങളെ ധ്യാനിപ്പിച്ച് വെപ്പിച്ചിട്ടുണ്ട് പരസ്യങ്ങളിൽ കൂടെ. നമ്മൾ പോലും അറിയാതെ അതിനോടൊരു പ്രീതി ജനിച്ചേക്കുന്നത് കാരണം ആവശ്യമില്ല എങ്കിൽ കൂടെയും നമ്മൾ ചിലപ്പോൾ അത് മേടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇനി നമ്മുടെ ജീവിതം എടുത്താലോ, ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളെ ധ്യാനിക്കുന്നത് ആ വിഷയങ്ങളോടുള്ള പ്രീതി സംഘത്തിനെ ഉണ്ടാക്കാനുള്ള കാരണം ഉണ്ടാകും. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപചാരം. സംഘോപചാരം, അതിനോട് സംഘമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംഘാത് സഞ്ജായതേ കാമഃ. അതാണ് അടുത്ത കാര്യം. ഈ പ്രീതി എന്താണ്? അത് നമ്മുടെ ഉള്ളിൽ കാമത്തിനെ ജനിപ്പിക്കുന്നു എന്നാണ്. ഈ പ്രീതി നമ്മുടെ ഉള്ളിൽ എന്തിനെ ഉണ്ടാക്കുന്നു? ഈ പ്രീതി നമ്മുടെ ഉള്ളിൽ ആഗ്രഹത്തിനെ ഉണ്ടാക്കും.
അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. സൊമാറ്റോ അല്ലെ, ഈ ഫുഡ് ബ്ലോഗിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് അതിനോടൊരു താല്പര്യം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഫുഡ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നു. ആ സമയത്ത് തന്നെ സൊമാറ്റോയുടെ പരസ്യങ്ങളും വന്നുകൊണ്ടിരിക്കും. വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മേടിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വരും. എന്നിട്ട് നമ്മളിങ്ങനെ ഉമനീരൊക്കെ ഇറക്കിയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യും. പക്ഷേ ഈ സംഘാത് സഞ്ജായതേ കാമഹ എന്ന് പറഞ്ഞല്ലോ, ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കാമം നടന്നില്ല എങ്കിൽ, ഈ ആഗ്രഹം നടന്നില്ല എങ്കിൽ കാമാത് ക്രോധ അഭിജായം, ക്രോധം ഉണ്ടാകും. ഞാൻ ആ സമയത്താണ് സൊമാറ്റോയുടെ പരസ്യം വന്നെങ്കിൽ ഞാനിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്താണ് എനിക്ക് വേണ്ട ഡിഷസ് കിട്ടുന്നതായിട്ടുള്ള കടകളൊക്കെ അടച്ചിരിക്കുക. സമയം കഴിഞ്ഞു. വെജിറ്റേറിയൻ ഹോട്ടൽസ് നേരത്തെ അടയ്ക്കും. അങ്ങനെയാണ്. നോൺ വെജിറ്റേറിയൻ 2 മണി 3 മണി വരെയൊക്കെ രാത്രി കിട്ടും. ഇതൊരു 10 മണി 11 മണിക്ക് ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് എല്ലാം അടച്ചിരിക്കുക. ഈ കലിപ്പായില്ലേ. കാര്യം എൻ്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത് ദേഷ്യത്തിലേക്ക് പോയി. ക്രോധം ഉണ്ടാകും. ഇവിടെ ക്രോധമാണ്. കാമം, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. ഈ കാമം ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യത്തിലേക്ക് നയിക്കുന്നതാണ്. ഇവിടെ ദേഷ്യത്തിൻ്റെ ഉദാഹരണം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. ക്രോധത്തിലേക്ക് പോകും. എന്താ ക്രോധം എന്ന് പറഞ്ഞാൽ, ക്രോധം ഒരു ഇക്വേഷൻ ആക്കി നമുക്ക് വെക്കുകയാണെങ്കിൽ, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്ക് നമുക്ക് വെക്കുകയാണെങ്കിൽ പറയാം, ക്രോധം എന്താണ്? ക്രോധം എക്സ്പെക്റ്റേഷൻ ഇൻറ്റു ഡിനയൽ എന്നാണ്. എക്സ്പെക്റ്റേഷൻ ഇൻറ്റു ഡിനയൽ. ഒരു കാര്യം വേണമെന്ന് വെച്ചു, അത് വേണ്ട എന്ന് ഡിനേ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ക്രോധം ഉണ്ടാകും. ക്രോധം ഉണ്ടായി. ഈ ക്രോധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും? ഏറ്റവും ബെസ്റ്റ് മാർഗം ക്രോധത്തിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഈ ക്രോധം ഉണ്ടായ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ നമ്മുടെ ഈഗോയും പിടിച്ചുകൊണ്ട് വരരുത്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ദേഷ്യം ഉണ്ടായി. ഞാൻ ആ ദേഷ്യത്തിൽ നിന്ന് വെളിയിൽ കിടക്കാൻ എന്ത് ചെയ്യണം? അവിടെ തന്നെ നിന്ന് തിരിയരുത്. ആ സിറ്റുവേഷനിൽ നിന്ന് അപ്പം ഞാൻ ഓടിപ്പൊക്കണമെന്നാ, ഒരു മടിയും കൂടാതെ ഓടിപ്പൊക്കണമെന്നാ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? വീണ്ടും എന്തെങ്കിലുമൊക്കെ കാര്യം ഇതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ട് പണ്ട് 1 തൊട്ട് 100 വരെ എണ്ണിക്കാറില്ലായിരുന്നോ വീട്ടുകാർ? ദേഷ്യം വരും, എണ്ണടാ 1 തൊട്ട് 100 വരെ എണ്ണടാ, 1 2 3 4 5 എന്ന് പറഞ്ഞ് പല്ല് അടിച്ച് നമ്മൾ എണ്ണും. 100 വരെ എണ്ണുമ്പോഴത്തേക്കും നമ്മുടെ ദേഷ്യത്തിൻ്റെ ഒരു ശമനം ഉണ്ടാവും. കാര്യം എന്നാ? മനസ്സ് നമ്പർ എണ്ണുന്നതിലേക്ക് തിരിയുന്ന സമയത്ത് മനസ്സിൽ ദേഷ്യം ഉണ്ടാക്കിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സ് ചെറുങ്ങനെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയാം, ആങ്കർ ടേക്സ് യു ടു ട്രബിൾ ആൻഡ് പ്രൈഡ് കീപ്സ് യു ദെയർ എന്നാ. ആങ്കർ ടേക്സ് യു ടു ട്രബിൾ. പിന്നെ നമ്മുടെ അഹങ്കാരം, പ്രൈഡ് കീപ്സ് യു ദെയർ. എവിടെ? ട്രബിളിൽ തന്നെ പിടിച്ചു നിർത്തുന്ന. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അവിടുന്ന് ഓടിക്കണം. ദേഷ്യം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നിന്ന് ഓടിക്കണം. പിന്നെ നമുക്ക് ഡീൽ ചെയ്യാം. എൻ്റെ ദേഷ്യം പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ആണ് ദേഷ്യമുള്ള സമയത്ത് നമ്മൾ സംസാരിക്കരുത് എന്നല്ലേ നമ്മൾ പറയത്തില്ലേ? കാര്യം എന്നാ? ആ സമയത്ത് നമ്മൾ സംസാരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പോയിന്റ്. ഈ ക്രോധം എന്തു പറ്റും? ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം മോഹത്തിലേക്ക്, വെറും മോഹമല്ല, സമ്മോഹത്തിലേക്ക് നയിക്കും. സമ്മോഹം എന്ന് പറഞ്ഞാൽ നല്ല മോഹം. നല്ല മോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാവുന്ന മോഹം എന്നല്ല, അതിഗംഭീരമായ ഭീകരമായ മോഹത്തിലേക്ക്. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? അകൃത്യ അവിവേകം എന്ന് പറയും. അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നറിയാത്ത അവസ്ഥ. ദേഷ്യം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ മേലാത്ത അവസ്ഥ. ആലോചിച്ച് നോക്കി. ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കഥയുണ്ട്, അമ്മയായിട്ട് ഇടി ഉണ്ടാക്കിയ കഥയൊക്കെ ഞാൻ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഇഷ്ടംപോലെ കഥകളുണ്ട്. ഒരു പ്രാവശ്യം അമ്മ ഈ പറഞ്ഞ കണക്ക് എന്താണ്, ഞാൻ കടയിലെ പോയിട്ട് വന്ന സമയത്ത് ഈ ശല്യം എന്ന് പറഞ്ഞാൽ വെറും ശല്യ, കര 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 എന്ന് പറഞ്ഞിട്ട് ബഹള. നീ അതായത് കടയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോട്ട് ഇന്ന് സംസാരിച്ചു. അതാണ് കാര്യം.
വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ നിന്ന് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ഒരു 8 മണി ആയിപ്പോയി. എന്ത് ചെയ്യാനാ? അതായത് അവന്മാരൊക്കെ റോഡിൽ പോണ്ടായിരുന്നു, ഞങ്ങളവിടെ നിന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ അമ്മ ഇങ്ങനെ കിരികിരിന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കും ദേഷ്യമായി. എന്നെ കുറ്റം പറയാൻ തുടങ്ങി, എൻ്റെ കൂട്ടുകാരന്മാരെ കുറ്റം പറയാൻ തുടങ്ങി. ദേഷ്യം വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോണം. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ട. ഓക്കെ, അങ്ങോട്ട് മാറിപ്പോയോ? ഇല്ല, അവിടെ തന്നെ നിന്ന് ഞാനും തിരിച്ചു പറയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ ആ ദേഷ്യം കൂടി വന്നു. കൂടി വന്ന സമയത്ത് എന്ത് ചെയ്തു? സമ്മോഹം ഉണ്ടായി. ഈ സമൂഹത്തിൻ്റെ സമയത്ത് ചെയ്യേണ്ടാത്തത് എന്താണെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് ഈ ദേഷ്യം എന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ദേഷ്യം പ്രൊപ്പൽ ചെയ്ത് എന്ത് ചെയ്തു? അവിടെ ഇരുന്നൊരു ഫ്ലാസ്ക് എടുത്തിട്ട് എൻ്റെ ഒറ്റ എയർ വെച്ച് കൊടുത്തു. അമ്മയ്ക്കിട്ട് എറിഞ്ഞില്ല, ഭാഗ്യത്തിന് ഞാൻ നിലത്തിട്ട് എറിഞ്ഞു. ആ നിലത്ത് ആ ഫ്ലാസ്ക് പൊട്ടിച്ചിതറി. അതിനിപ്പോൾ എനിക്കൊരു അടിയൊക്കെ കിട്ടി. പിന്നെ ഞാൻ തന്നെ ആ ഫ്ലാസ്ക് പൊട്ടിച്ചിതറിയത് ഞാൻ തന്നെ തടുത്തുകൂട്ടി അതൊക്കെ ചെയ്തുകൊണ്ട് പോയി. എങ്കിൽ കൂടെ ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെ അത് അമ്മയുടെ തലക്കിട്ടാൽ ഞാൻ എറിഞ്ഞിരുന്നെങ്കിലോ? നമ്മൾ ചില സമയത്ത് ഈ ദേഷ്യം വന്നു കഴിയുമ്പോൾ സമൂഹത്തിന് അടിപൊളിപ്പെടുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ് എന്ന് അറിയാൻ മേലാതെ പല കാര്യങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ആണോ അല്ലയോ? നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. റേഞ്ചിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അറിയാതൊരു വാക്ക് പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ഒരു നോട്ടം തന്നെ ആയിരിക്കാം, എന്തോന്നടു എന്ന് ചോദിച്ചു പോകുന്നതായിരിക്കാം. ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇത് സാധ്യതയുണ്ട്. എന്താണ്? ക്രോധം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ അത് സമൂഹത്തിലേക്ക് നമ്മളെ നയിക്കും. സമൂഹാത് സ്മൃതി വിഭ്രമഃ, ലോസ് ഓഫ് മെമ്മറി പോവും. മറ്റേ അംനീഷ്യ. അല്ലല്ല. പിന്നെന്താണ്? ആരൊക്കെ നമ്മളെ സഹായിച്ചു എന്നുള്ളത് നമ്മൾ മറക്കും. നാം ആരാണ്, നമ്മുടെ വില എന്താണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇടപെടേണ്ടത് എന്നുള്ളതെല്ലാം മറന്നു. ഈ ഞാൻ ഉടക്കുന്ന ആളില്ലേ, ഞാൻ വഴക്കിടുന്ന ആളില്ലേ, ഈ വഴക്കിടുന്ന ആൾ എന്നെ എത്രയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, അയാളെ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ആരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഈ ദേഷ്യം വന്ന് മനസ്സ് ക്ലൗഡഡ് ആകുന്ന സമയത്ത് ഞാൻ മറന്നു. സ്മൃതി ഭ്രമം ഉണ്ടാകും. അത് വലിയ പ്രശ്നമാണ്. ഈ സമൂഹം ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോകും. അതുമാത്രമല്ല, ഞാൻ ആരാണെന്ന് തന്നെ മറന്നുപോകും. മറ്റേ ഞാൻ ആരാണെന്നുള്ള മറ്റേ താത്വികമായിട്ടുള്ള ചോദ്യം അല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണം ആലോചിച്ച് നോക്കി. സുധീർ ചെയ്തതിനെ റോഡിൽ കൂടെ പോകുന്ന സമയത്ത്, ഞാൻ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ ബൈക്കിൽ പോകുന്ന സമയത്ത് വേറൊരു വണ്ടിക്കാരനോട് എൻ്റെ വണ്ടി മുട്ടിയെന്ന് വെക്കാം. ഞാനാണ് റോഡിലോട്ട് ഇറങ്ങി മുണ്ട് മടക്കി കുത്തി അയാളുമായിട്ട് ഇടിയുണ്ടാക്കുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, ബ്രഹ്മചാരി റോഡിൽ കിടന്ന് ഇടിയുണ്ടാക്കി എന്നേ പറയത്തുള്ള ആൾക്കാർ. ആണോ അല്ലയോ? മറ്റേ ആളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടി. ഇതേ കണക്ക് നമ്മളെന്ത് കണ്ടിട്ടില്ലേ? ചില സമയത്തൊക്കെ ചിലപ്പോൾ ചില വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ അവർ ആ ബോധത്തിലായിരിക്കും നിൽക്കുന്നത്. അമ്മയൊക്കെ അവരുടെ കൺട്രോൾ പോയി വഴക്കുണ്ടാകും. അമ്മ വേണ്ടമ്മ തിരിച്ചു പോരമ്മ, കാര്യം ഈ പിള്ളേർക്ക് നാണക്കേടാ അമ്മ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ. കണ്ടിട്ടില്ലേ? ഞാൻ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അങ്ങനത്തെ. അതായത് അമ്മയുടെ കൺട്രോൾ പോയിട്ട് അവർ വഴക്കുണ്ടാക്കുമ്പോൾ ഇവരാരാണെന്ന് പോലും മറന്നിട്ട് ഇവർ മറ്റേ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് അടിക്കാനൊക്കെ പോകുമ്പോൾ ഈ കൊച്ചിന് നാണക്കേടായിട്ട് അമ്മ വേണ്ട പോരെന്ന് പറയും. അങ്ങനത്തെ സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേഷ്യം വരുന്ന സമയത്ത് സമൂഹത്തിലേക്ക് വീഴും. സമൂഹത്തിൽ നിന്ന് നമ്മൾ ആരാണെന്ന് മറക്കുന്ന ആ സ്മൃതി വിഭ്രമത്തിലേക്ക് പോകും. ഈ സ്മൃതി വിഭ്രമം ബുദ്ധിനാശത്തിലേക്ക് നയിക്കും. സമൂഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ. ബുദ്ധിനാശം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ നമ്മൾ പഠിച്ചത് അത് മറന്നുപോകും. സാധകനെ പറ്റിയാണ് പറയുക. നമ്മൾ പല 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 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ വേണം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മറന്നേ പോകും. ഇല്ലേ? ഞാൻ എന്താ ചെയ്തേന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ഏത് ദേഷ്യം വന്ന സമയത്തെ എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി പ്രകർഷേണ നശ്യതി. അതായത് നമ്മൾ അധർമ്മം ചെയ്യും, നമ്മൾ നാശത്തിലേക്കായിരിക്കും ഭാഗം.
ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ മറന്നാൽ പിന്നെ ഞാൻ എന്തായിരിക്കും ചെയ്യുക? ഞാൻ അധർമ്മമായിരിക്കും ചെയ്യുക. അധർമ്മം ചെയ്താൽ നാശമായിരിക്കും ഫലം. അർജുന, മത്പരനായിട്ടിരിക്കൂ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ. സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ഇരിക്കുകയെന്നോ? എല്ലാ ഇന്ദ്രിയങ്ങളെയും മാസ്റ്ററി ചെയ്ത് എല്ലാ ഇന്ദ്രിയങ്ങളെയും സഹജമായി നിയന്ത്രിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഇരിക്കുന്നു. സാധകൻ എഫേർട്ട് ഇട്ടുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ഇരിക്കുന്നു? സമാധാനത്തോടുകൂടി എല്ലാത്തിനെയും സഹജമായി ഒതുക്കി വെച്ചുകൊണ്ട് ഇരിക്കുന്നു. അർജുന, നീയും അത് കണക്കിരിക്കും. എങ്ങനെ അത് കണക്കിരിക്കാൻ പറ്റും? മത്പരനാകൂ. ഇല്ലെങ്കിലോ? ധ്യായതഃ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. നമ്മുടെ വീഴ്ചയുടെ റൂട്ട് മാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യുക? ഈ റൂട്ട് മാപ്പ് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ വീഴ്ചയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇനി സ്ഥിതപ്രജ്ഞൻ എങ്ങനെ നടക്കുന്നതെന്ന് പറയണ്ടേ? എങ്ങനെ സ്ഥിതപ്രജ്ഞൻ നടക്കുന്നത്? ഇതിങ്ങനെയാണോ നടക്കുന്നത്? എങ്ങനെ നടക്കുന്നത്? അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.